രണ്ടാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ ഇൻ്റഗ്രേഷനിലെ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്ക് നോക്കിയാലോ. കുഞ്ഞുമോളുടെ പച്ചക്കറിത്തോട്ടം. കുഞ്ഞുമോളും കൂട്ടുകാരും ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടം നോക്കൂ. ചിത്രം നിറം നൽകി മനോഹരമാക്കൂ. ഇവിടെ കുഞ്ഞുമോളും കൂട്ടുകാരികളും ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറിത്തോട്ടത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അത് നിങ്ങളോട് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നല്ല രീതിയിൽ കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രവർത്തനം 1. വരികൾ കൂട്ടിച്ചേർക്കാം. തോട്ടത്തിലിരുന്ന് മത്തങ്ങ പാടാൻ തുടങ്ങി. ഈ കുഞ്ഞുമോളുടെ പച്ചക്കറി തോട്ടത്തിലെ മത്തങ്ങ പാട്ട് പാടാണ് അല്ലേ. എന്താണ് പാടുന്നത്? ഞാനൊരു തടിയൻ മത്തങ്ങ, ഉരുണ്ടിരിക്കും മത്തങ്ങ, എന്നെ കാണാൻ ചേലുണ്ടേ, ഗുണമോ പലതും എനിക്കുണ്ടേ. കണ്ടല്ലോ. ഇനി താഴെ എന്താ തന്നിട്ടുള്ളത്? മത്തങ്ങയുടെ പാട്ട് കേട്ട് മറ്റ് പച്ചക്കറികളും പാടി തുടങ്ങി. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതൂ. കൂട്ടുകാരുത്ത് പാടൂ. ഇവിടെ ഈ മത്തങ്ങയുടെ പാട്ട് കണ്ടല്ലോ. ഇതുപോലെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ആ പാട്ടാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. പക്ഷെ മുഴുവനായിട്ട് തന്നിട്ടില്ല അല്ലേ. ബാക്കിയുള്ള വരികൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം. ഇനി അടുത്തത് വെണ്ടയ്ക്കയാണ് അല്ലേ. വെണ്ടയ്ക്ക പാടുന്നത്? ഞാനൊരു നീളൻ വെണ്ടയ്ക്ക, നീണ്ടു മെലിഞ്ഞൊരു വെണ്ടയ്ക്ക. ഇനി അടുത്ത 2 ലൈൻ നമുക്ക് ഏതെഴുതാം? ആ മുകളിൽ മത്തങ്ങ പാടിയിട്ടുള്ള ആ പാട്ടിൽ വന്നിട്ടുള്ള ലാസ്റ്റത്തെ 2 വരി തന്നെ നമുക്ക് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? എന്നെ കാണാൻ ചേലുണ്ടേ, ഗുണമോ പലതും എനിക്കുണ്ടേ. ഇനി അടുത്തത് ഏതാണ്? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. സുന്ദരി തക്കാളി. അപ്പോൾ നമുക്ക് സുന്ദരി തക്കാളിയുടെ പാട്ട് എങ്ങനെ എഴുതി നോക്കാം അല്ലേ. ഞാനൊരു സുന്ദരി തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി. ഇനി ആ മറ്റേ ലൈനോൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക അല്ലേ. എന്നെ കാണാൻ ചേലുണ്ടേ, ഗുണമോ പലതും എനിക്കുണ്ടേ. ഈസിയാണ് അല്ലേ ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താ തന്നിട്ടുള്ളത്? ഇനി താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇഷ്ടമുള്ള പച്ചക്കറിയുടെ ചിത്രം വരയ്ക്കൂ, വരികൾ എഴുതൂ, പാടൂ. ഇനി ഇനി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറിൻ്റെ ചിത്രം വരയ്ക്കാം. എന്നിട്ട് അതിനെക്കുറിച്ചും ഇതുപോലെയുള്ള വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെ മുളകിൻ്റെ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് എഴുതാം? ഞാനൊരു കുഞ്ഞൻ മുളക്, എരിയും ചുവന്ന മുളക്, എന്നെ കാണാൻ ചേലുണ്ടേ, ഗുണമോ പലതും എനിക്കുണ്ടേ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ. ഈസിയാണ് അല്ലേ എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് എഴുതാൻ തോന്നുന്നത് അതൊക്കെ ചേർത്ത് ഇതുപോലെ ചെറിയ വരികളാക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 2. ജലം അമൂല്യമാണ്. വിളവെടുത്ത പച്ചക്കറികളുമായി കുഞ്ഞുമോളും കൂട്ടുകാരും സ്കൂളിലേക്ക് പോയി. റോഡിൽ അവർ കണ്ട കാഴ്ച നോക്കൂ. അവർ കണ്ട കാഴ്ച? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ടാപ്പ് അടക്കാതെ ബക്കറ്റ് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ചിത്രം കണ്ടല്ലോ. അപ്പം അതാണ് അവർ കണ്ടിട്ടുള്ള കാഴ്ച. ഈ പ്രവർത്തനം എന്താണ്? വെള്ളം പാഴായി പോകുന്ന 2 സന്ദർഭങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അല്ലേ വെള്ളം പാഴായി പോകുന്ന. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം നിങ്ങളിവിടെ എഴുതാം. എന്തൊക്കെ എഴുതാം? നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ടാപ്പ് അടക്കാതെ അങ്ങനെ തുറന്നിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോഴൊക്കെ വെള്ളം ഒരുപാട് പാഴാകുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ വാഹനങ്ങൾ കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ ടാപ്പ് ഇങ്ങനെ നമ്മൾ അങ്ങനെ തുറന്നിട്ടിട്ടുണ്ടാവും അല്ലേ. ആ ടൈമിലൊക്കെ ഒരുപാട് വെള്ളം പാഴായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും 2 സന്ദർഭങ്ങൾ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നിങ്ങളുടെ നാട്ടിലെ 2 ജലസ്രോതസ്സുകൾ എഴുതൂ. ജലസ്രോതസ്സുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ? കിണർ, കുളം, പുഴ അങ്ങനെയുള്ള നമുക്ക് വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകളെയാണ് നമ്മൾ ജലസ്രോതസ്സുകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 എണ്ണം എഴുതാം. നിങ്ങൾക്ക് കിണർ, കുളം അല്ലെങ്കിൽ പുഴ ഏത് വേണേലും എഴുതാം. ഓക്കെ, ഇനി ജലസംരക്ഷണത്തിനുള്ള അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാൻ കുഞ്ഞുമോളും കൂട്ടുകാരും തീരുമാനിച്ചു അല്ലേ. ജലം സംരക്ഷിക്കാനുള്ള ഒരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാൻ ഈ കുഞ്ഞുമോളും ഫ്രണ്ട്സും തീരുമാനിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ അറിയിപ്പ് ബോർഡിലേക്കുള്ള ഒരു വാക്യം നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അറിയിപ്പ് ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം
മലിനമാക്കുന്ന അല്ലെങ്കിൽ പാഴാക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിക്കൂലേ, എന്ത് നമ്മൾ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നൊക്കെ, അതുപോലെയുള്ളൊരു വാക്യമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുമല്ലോ, സിമ്പിളാണ് അല്ലേ. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. നമുക്ക് വരയ്ക്കാം, അതുപോലെ എഴുതാം, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. കുഞ്ഞുമോൾസ് ഫ്രണ്ട്സ് ബ്രോട്ട് സം വെജിറ്റബിൾസ്. കുഞ്ഞുമോളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്തു, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വെജിറ്റബിൾസ് ബൈ കുഞ്ഞുമോൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. കുഞ്ഞുമോളും അവളുടെ കൂട്ടുകാരും കൂടി പച്ചക്കറികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ആദ്യം 2 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ, അതിന് താഴെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അടുത്തത് 4 എണ്ണമാണ് അല്ലേ, 2 എണ്ണം കൂടി അധികം വെച്ചിട്ട് 4 എണ്ണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ എന്ത് എഴുതണം, അതിന് താഴെയുള്ള ബോക്സിൽ 4 എന്ന് എഴുതാം. ഇനി അടുത്ത ബോക്സിൽ നമ്മൾ എത്ര പച്ചക്കറികളാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, 2 എണ്ണം കൂടി അധികം വെക്കണം അല്ലേ. അപ്പോൾ എത്രയാകും, 6. അപ്പം അതിന് താഴെ 6 എന്ന് എഴുതുക. ഇനി അടുത്തതിൽ 2 എണ്ണം കൂടി അധികം വെക്കുമ്പോൾ എത്രയാ വരിക, 8 അല്ലേ. ദെൻ അടുത്ത കോളത്തിൽ എത്രയാ വരുന്നത്, 10 എണ്ണം അല്ലേ. സോ നിങ്ങൾ എന്താ ഈ കോളത്തിൽ പച്ചക്കറികളുടെ ചിത്രം വരയ്ക്കുക, അതിന് താഴെ അതിൻ്റെ എണ്ണം കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. ഈസി ആണല്ലോ. ലെറ്റ്സ് കംപ്ലീറ്റ് ദി പാറ്റേൺ. ഇനി എന്താണ്, താഴെ തന്നിരിക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പാറ്റേൺ എഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ എത്രയാണ് തന്നിട്ടില്ലേ നോക്കാം അല്ലേ. ഫസ്റ്റത്തെ പാറ്റേണിൽ ആദ്യം 125 തന്നിട്ടുണ്ട്, ദെൻ അടുത്തത് 130 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ, 5 കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് 130 എന്ന് പറയുമ്പോൾ. ഇനി അടുത്തത് 135 അല്ലേ. അപ്പോൾ 130നോട് 5 കൂട്ടിയതാണ് 135. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എങ്ങനെ എഴുതും, 135നോട് 5 കൂട്ടിയിട്ട് 140 എന്ന് എഴുതുക. പിന്നെ അടുത്തതോ 140നോട് 5 കൂട്ടിയിട്ട് 145 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ പാറ്റേൺ നോക്കാം. അതിലാദ്യം തന്നിരിക്കുന്ന സംഖ്യ 69 ആണ്. പിന്നെ അടുത്ത് തന്നിട്ടുള്ളത് 66 ആണ് അല്ലേ. അപ്പോൾ എന്താ, 69ന്ന് 3 കുറച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 66. പിന്നെ അടുത്തത് 63, അതും എന്താ 66ന്ന് 3 കുറച്ച്, അപ്പോൾ 63. ഇനി അടുത്തതോ, ഇനി അടുത്തത് എഴുതുമ്പോൾ നമ്മൾ 63ന്ന് 3 കുറക്കുക, അപ്പോൾ എത്ര കിട്ടും, 60 കിട്ടുക അല്ലേ. ദെൻ അടുത്ത സംഖ്യ ഇതുപോലെ തന്നെ 60ന്ന് 3 മൈനസ് ചെയ്താൽ 57 കിട്ടുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ റൈറ്റ് എ പാറ്റേൺ ഓഫ് യുവർ ഓൺ. ഇനി നിങ്ങളോട് സ്വയം ഒരു പാറ്റേൺ ഉണ്ടാക്കി അവിടെ താഴെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എഴുതാം. ഇവിടെ നമുക്ക് എന്തെഴുതാം, 40, 45, 50, 55, 60 അങ്ങനെയുള്ളൊരു പാറ്റേൺ എഴുതാം അല്ലേ. ഈ പ്രവർത്തനം 4. കഥ കഥ കടങ്കഥ. കടങ്കഥകൾക്ക് ഉത്തരം നൽകൂ. ഇവിടെ 3 കടങ്കഥകൾ തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കാം അല്ലേ. ആദ്യത്തേത് എന്താണ്, വടിയെടുത്താൽ വെള്ളത്തിലോടും കാളക്കുട്ടൻ. എന്താണ് ആൻസർ വരിക, വടിയെടുത്താൽ വെള്ളത്തിലോടുന്ന കാളക്കുട്ടൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എന്താണ്, തോണിയാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത് നോക്കാം. കാലുകൾ അനവധിയുണ്ടല്ലോ, ആളുകൾ അനവധി കേറിയിടും, പായാൻ പാതയെനിക്കുണ്ടേ, നീളെ പായും ഞാനാര്. ഇതെന്താ, കാലുകൾ അനവധി ഉണ്ട് അല്ലേ. ഒരുപാട് കാലുകൾ, ടയറുകളുണ്ട്, ആളുകൾ ഒരുപാട് കയറും, അതുപോലെ അതിന് പായാനായിട്ടൊരു പാതയുണ്ട് അല്ലേ, റെയിൽ പാതയുണ്ട്. അപ്പോൾ അതാരാണ്, തീവണ്ടിയാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത കടങ്കഥ നോക്കാം. ചവിട്ടിയാൽ പായും, പിടിച്ചാൽ നിൽക്കും, കാറ്റ് പോയാൽ കഷ്ടത്തിലാകും. ഇവിടെ എന്താ ഉത്തരം വരുന്നത്, സൈക്കിളാണ് ഉത്തരം വരുന്നത് അല്ലേ. സൈക്കിളാണ് എന്താ, ചവിട്ടിയാൽ പായുന്നത്, അതുപോലെ പിടിച്ചാൽ നിൽക്കുന്നത്, അതുപോലെ എന്താ അതിൻ്റെ കാറ്റ്, സൈക്കിളിന് കാറ്റ് പോയാൽ പിന്നെ എന്താ നമ്മളാകെ കഷ്ടത്തിലാകും അല്ലേ. അപ്പോൾ സൈക്കിളാണ് ഉത്തരം വരുന്നത്. അപ്പോൾ നിങ്ങൾ കടങ്കഥകളൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക കേട്ടോ. ഇനി അടുത്തത് സ്വന്തമായി ഒരു കടങ്കഥ നിർമ്മിക്കൂ. ഇനി ഇവിടെ ഒരു വിമാനത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിമാനത്തെക്കുറിച്ച് നിങ്ങളൊരു കടങ്കഥ ഉണ്ടാക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് എന്ത് എഴുതാം, ചീറും വണ്ടി ചിറകുള്ള വണ്ടി എന്ന് എഴുതാം അല്ലേ. ഇനി ആക്ടിവിറ്റി 5 ആണ്, ഹു ഗോട്ട് മോർ. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് വെജിറ്റബിൾസ് ബ്രോട്ട് ബൈ കുഞ്ഞുമോൾ ആൻഡ് സുഹറ ടു സ്കൂൾ. ഇവിടെ എന്താ, കുഞ്ഞുമോളും സുഹറയും സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറിയുടെ എണ്ണമാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദി ടേബിൾ. ഇനി ആ തന്നിരിക്കുന്ന പട്ടിക നിങ്ങളോട്
കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പം നോക്കാം അല്ലേ എന്തൊക്കെയാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ വെജിറ്റബിൾസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, പച്ചക്കറികൾ. എന്തൊക്കെയാണ് പച്ചക്കറികളാ? ഡ്രം സ്റ്റിക്ക് എന്ന് വെച്ചാൽ മുരിങ്ങക്ക, ദെൻ ടൊമാറ്റോ തക്കാളി, ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക, ദെൻ ഐവി ഗോഡ് കോവയ്ക്ക. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞുമോളും സുഹറയും കൊണ്ടുവന്നിട്ടുള്ള പച്ചക്കറികൾ. ഇനി അവർ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ എണ്ണമാണ് അടുത്ത 2 കോളങ്ങളിലായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. കുഞ്ഞുമോൾ കൊടുന്നത് തന്നിട്ടുണ്ട്, അതുപോലെ സുഹറ കൊടുന്നതിൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്? ടോട്ടലാണ് അല്ലേ, ആകെ എത്ര എണ്ണം കൊണ്ടുവന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റത്തത് എന്താ? ഡ്രം സ്റ്റിക്ക് ആണ് അല്ലേ. ഡ്രം സ്റ്റിക്ക് കുഞ്ഞുമോൾ കൊണ്ടുവന്നത് 21 ആണ്. ദെൻ സുഹറ കൊണ്ടുവന്നതോ 29 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് ടോട്ടൽ എന്ന കോളത്തിൽ എഴുതുക. അപ്പോൾ 21ഉം 29ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ആണ് ആൻസർ കിട്ടുക അല്ലേ. ഇനി അടുത്തത് അതുപോലെ തന്നെ ടൊമാറ്റോ എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അത് 37ഉം 42ഉം കൂടി നമ്മൾ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 79 കിട്ടും. അതുപോലെ ലേഡീസ് ഫിംഗർ 60 + 29, അപ്പോൾ എത്രയാ? 89 കിട്ടുന്നത്. ഐവി ഗോഡ് എത്രയാണ്? 47 + 25, അപ്പോൾ എത്രയാ ആൻസർ വരിക? 72 ആണ് ഉത്തരം കിട്ടുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കൂട്ടിയിട്ട് അവിടെ ആൻസർ ചെയ്ത് കേട്ടോ. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. 12 drumsticks were used for cooking. How many drumsticks are left എന്ന് അല്ലേ. ഇതിൽ ഡ്രം സ്റ്റിക്കുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ആകെ എത്രയായിരുന്നു? 50 എണ്ണമായിരുന്നു അല്ലേ, 2 പേരും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 12 ഡ്രം സ്റ്റിക്ക് അവർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമ്മൾ ഈ 50ൽ നിന്ന് 50 എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ ഡ്രം സ്റ്റിക്കിൻ്റെ എണ്ണമാണ് അല്ലേ. അതിൽ നിന്ന് 12 മൈനസ് ചെയ്യുക. അപ്പോൾ 12 കുറക്കുമ്പോൾ എത്ര കിട്ടും? 38. അപ്പോൾ ഇങ്ങനെയാണ് മുന്നേയുള്ള വർഷങ്ങളിലെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം.